ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളിന്ന് വലിയ ആനന്ദത്തോടെ ഇന്ന് പ്രാർത്ഥനയുടെ ദിവസമാണ്. കാരണം ഈ അൾത്താരയിലാണ് കഴിഞ്ഞ 4 ദിവസങ്ങൾ വരടിയം വിശുദ്ധ അന്തോണീസിനെ സമർപ്പിച്ചിട്ടുള്ള ഇടവക ദേവാലയത്തിലായിരുന്നു 4 ദിവസം ശുശ്രൂഷകൾ. വലിയൊരു അനുഗ്രഹമായി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നല്ല വികാരിച്ചൻ, ശരിക്കൊരു കൂട്ടായ്മയിൽ പങ്കെടുത്ത ദൈവജനം, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേ, നമ്മുടെ വരടിയം ഇടവകയിലെ ദൈവജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. കഴിഞ്ഞ ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ പലരും പറയുമായിരുന്നു, അച്ഛൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം ശരിക്ക് എടുത്തു മാറ്റിയ ഒരു അനുഭവത്തിലൂടെ തമ്പുരാൻ ഞങ്ങളെ കൊണ്ടുപോയി. അതായത് വചനം പറയുന്ന സമയം തന്നെ ഭാരം എടുത്തു മാറ്റുന്ന ഒരവസ്ഥ, മനസ്സിൻ്റെ ആ ഒരു ദുഃഖഭാരം എടുത്തു മാറ്റുന്ന ഒരവസ്ഥ. അതാണ് പ്രിയ സഹോദരങ്ങളെ വചന ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകിച്ച് നോമ്പുകാലൊക്കെ ഇല്ലേ, നമ്മുടെ ഇടവകളിൽ ധ്യാനങ്ങളൊക്കെ വരുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ശരിക്കും ആത്മാർത്ഥതയോടെയാണ് നമ്മൾ പങ്കെടുക്കുന്നതെങ്കിൽ കർത്താവ് അവിടെ വിടുതൽ നൽകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 4:10. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. അതായത് അച്ഛന് ദൈവം നൽകിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് വചനം പറയാനായിട്ടുള്ളത്. അച്ഛൻ്റെ കൂട്ടായ്മ, അച്ഛൻ്റെ ഒരു ഹൊറബ് മിനിസ്ട്രി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ. അപ്പോൾ ആ മിനിസ്ട്രിയിൽ ഒരുപാട് പേര് അച്ഛന് വേണ്ടി ബാക്കപ്പ് ചെയ്ത് അവർ പ്രാർത്ഥിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട മിനിസ്ട്രിയാണ്. അച്ഛന് വചനം പറയാനായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നൽകിയതെങ്കിൽ അപ്പുറത്ത് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപ നൽകി അനേകരുണ്ട്. മറ്റുള്ള സാങ്കേതിക നമ്മുടെ സൈജു ഉൾപ്പെടെയുള്ളവരെ അവർ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്ന ഒരു മിനിസ്ട്രി ചെയ്യുന്നവരാണ്. അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച വിവിധങ്ങളായ ദാനങ്ങൾ ദൈവരാജ്യത്തെ ശുശ്രൂഷയ്ക്കായിട്ട് വിനിയോഗിക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എന്ത് ഗിഫ്റ്റാണോ, നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ അറിവ്, സമ്പത്ത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ അതെല്ലാം അർത്ഥപൂർണ്ണമാകുന്നത്. ദൈവമേ, ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ താലന്തും സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിനിയോഗിക്കാൻ വേണ്ട ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.